ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പുളിയോദര റൈസ്, അതായത് പുളിച്ചോറ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ പുളിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരിയോ പൊന്നിയരിയോ ജീരകശാല അരി പിന്നെ ബസ്മതി അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മസാല പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പീസിനെല്ലാം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ്, ഫുൾ മല്ലിയാണ്. പിന്നെ ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ പുളിയോദര മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കടലപ്പരിപ്പ് 1/2 ടീസ്പൂൺ തന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നിലക്കടലയാണ്. 2 ടേബിൾ സ്പൂൺ നിലക്കടല ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ചേർക്കുന്നത് കായംപൊടിയാണ്. 1/4 ടീസ്പൂൺ കായംപൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. അതിനായിട്ടൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കണം. 1 കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പുളിവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ശർക്കരയാണ്. 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മസാല പൗഡറാണ് ചേർക്കുന്നത്. ഇതും ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ചോറ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പുളിയോദര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. ഈ മസാല പൗഡർ ആദ്യമേ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ പണി എളുപ്പമാവും. പിന്നെ അതുപോലെ തന്നെ വേവിച്ച ചോറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്